ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് പുട്ടിന് തേങ്ങ ചിരകുന്നുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി കിട്ടി. അപ്പോൾ രാവിലെ പുട്ടാണ്, പുട്ടും പഴവുമാണ്. ഇവിടെ മിക്കപ്പോഴും ഞാൻ കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതാണ്. എനിക്ക് പൊതുവേ പുട്ടും പഴവും പുട്ടും പപ്പടവും ഒന്നും ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണതാണ് ഗ്രീൻ പീസ് കടലയൊക്കെ. അപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ കുറേ ആയിട്ട് ഞാനങ്ങനെ കറികളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അമ്പാടിക്ക് പുട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന് പുട്ട് വേണ്ട, അവന് അവിടെ ഇരിക്കുന്ന കടല മതി എന്ന് പറഞ്ഞ് പിന്നെ അവൻ ആ കടല എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. ഒരു അംഗം തന്നെയാണ്, വലിയും പിടുത്തവും. പിന്നെ ചേട്ടനാണ് കേട്ടോ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോയത്. അപ്പം കടലയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പുട്ട് കഴിച്ചോളുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് കടല കൊടുത്തത്. അപ്പോൾ കുഞ്ഞുവാവെ ഉറങ്ങി. അപ്പം രണ്ടുപേരെയും കുളിപ്പിച്ച് ഉറക്കി. ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്ന് രാവിലെ. അതിന് ശേഷം പിന്നെ അവന് കടലയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കടല വേണമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവനും കൊടുത്തു. ഇതിങ്ങനെ ഈ റോസ്റ്റ് ചെയ്ത കടല ഇവന് ഭയങ്കര ഇഷ്ടമാണ് അമ്പാടിക്ക്. അപ്പം പിന്നെ ഞാൻ പോയിട്ട് കടലയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് പുട്ട് കഴിക്കുകയാണ് കേട്ടോ. രാവിലത്തെ കാപ്പി പുട്ടും പഴമാണ് കഴിക്കുന്നത്, വേറൊന്നും ഇല്ല, കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ അനിയനും വാരി കൊടുത്ത്, മിക്കപ്പോഴും വാരിയാണ് കൊടുക്കുന്നത്. കാരണം ഒരുപാട് ഇപ്പോൾ പണിക്കൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സമയം പോകുന്ന സമയത്തൊക്കെ വാരി കൊടുക്കും. സമയം ഇല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ പോകും, അതൊക്കെ കൊണ്ട്. അപ്പോൾ ഇന്നെന്തായാലും പണിയൊന്നുമില്ല. അതിന് ശേഷം പിന്നെ ഞാൻ അമ്പാടിക്കും വാരി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ യോഗ ഇതാണ് കേട്ടോ. ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ പിന്നെ സമാധാനം കിട്ടില്ല ഒരു ദിവസം വീട്ടിൽ. അത് അവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് യോഗ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാലയിൽ ഇങ്ങനെ പൊക്കി, അയ്യോ, അതിന് ശേഷം പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഡെയിലി ഇങ്ങനെ കാണിക്കണം. ഡെയിലി മരുന്ന് കഴിക്കും പോലെയാണ്, 2 വീതം 3 നേരം എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കഴിക്കും പോലെയാണ്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ അതിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണം. അപ്പം അവരങ്ങനെ തന്നെ കുറച്ച് നേരം യോഗയും കാര്യങ്ങളും ഇങ്ങനെ കുറേ നേരം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കാലുവേദന എടുക്കും കേട്ടോ. പക്ഷെ അവനത് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലോ, അവൻ കുഞ്ഞു കൊച്ചല്ലേ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നിന്നു. അടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ അവർ കളി തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോർട്സൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തെയാണിത്. വൈകുന്നേരം ഒരു 3 മണി 3:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ നഴ്സറിയിൽ നിന്ന് കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറേ ദിവസമായി കിട്ടിയിട്ട്. അപ്പം അമ്മ അവിടെ ഇരുന്ന് അതൊക്കെ വാരുവാണ്. അപ്പം ഞാൻ ആ സമയത്ത് അമ്മ ഇത് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്തുനിന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അവൻ അവിടെ ഇരുന്ന് കാത്തു കാണുമായിരുന്നു. അപ്പോൾ വേഗം തന്നെ അമ്മ ഇത് ചെയ്യുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് അമ്മ ഗോതമ്പ് ചിക്കണതും പേറ്റനൊക്കെ. എനിക്ക് പേറ്റാൻ അറിയത്തില്ല കേട്ടോ, ഇങ്ങനെ ഗോതമ്പും അരിയൊന്നും. അപ്പോൾ അമ്മേനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കട്ടും കരടും നെല്ലും അഴുക്കൊക്കെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇനിയിപ്പോൾ അത് കഴുകി ഉണങ്ങിയിട്ടൊക്കെ വേണം പൊടിപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും ദേ അമ്പാടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട്. ഞാൻ ഫോണും എടുത്തുകൊണ്ട് പുറകെ പോയതുകൊണ്ട് അവനിപ്പോൾ ഈ ഒരു ഇങ്ങനെ ഗോതമ്പ് ഇങ്ങനെ അരി വാരണമൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിനോട് ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. അവൻ അനിയൻ അവിടെ നോക്കുന്നുണ്ട്, അവൻ എങ്ങോട്ടേക്കാണ് ഇറങ്ങിപ്പോയെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ വന്ന് അമ്മയുടെ അടുത്ത് നിന്നിട്ട് ആ ഗോതമ്പെല്ലാം വാരി കുറേ തട്ടിത്തൂകിയൊക്കെ കളഞ്ഞ് അതിന് ശേഷം പിന്നെ അമ്മ പറഞ്ഞ് എങ്കിൽ ഇത് അടുത്ത ദിവസത്തേക്ക് ബാക്കി ചെയ്യാം, അല്ലെങ്കിൽ ഇവ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു, ഒരു 7 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അമ്മ പേറ്റി ഒരു ചാക്കിനകത്ത് ഇട്ട് വെച്ചു. ബാക്കി അവനിങ്ങനെ ചിക്കി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചിക്കി ഇരിക്കും. അതിന് ശേഷം പിന്നെ ആൾക്ക് ബോധിക്കാണ്ട് വരുമ്പോഴത്തേക്കും ആൾ വാരിയെല്ലാം മിറ്റമിഴിയെല്ലാം വെതറും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എങ്കിൽ ഇവനെ എടുത്തുകൊണ്ട് വെക്കോ, ബാക്കി നമുക്ക് നാളെ റെഡിയാക്കാം. ഇത് ഇപ്പോൾ റെഡിയാക്കിയത് മാറ്റി നമുക്ക് ചാക്കിലെടുത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പിന്നെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉച്ചമയക്കെന്ന് പറയാൻ പറ്റില്ല, വൈകുന്നേരമായി 3-3:30 ആയി. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് വിളിക്കുമായിരുന്നു, അവനെ പോയി എടുക്ക്, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അച്ഛനങ്ങനെ വീഡിയോ എടുക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുവാവെ എഴുന്നേറ്റു. അവനെ അനിയൻ കളിപ്പിക്കുകയാണ് കേട്ടോ. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ആ വീഡിയോ എടുക്കാൻ പുറത്തോട്ടൊക്കെ പോയ സമയത്ത് നമ്മൾ അടുത്തില്ല എങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ സമയം 4:10 ആയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ താളി ഉണ്ടാക്കി വെക്കണം, കുറച്ച് ചെമ്പരത്തി താളി. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് താളിയൊക്കെ എനിക്ക് ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ കിടക്കുവാണ്. അപ്പോൾ വീഡിയോ എടുക്കുവാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അതിന് ശേഷം അമ്പാടിനെ അച്ഛൻ എടുത്തുകൊണ്ട് പോയി. അമ്പാടി ഭയങ്കര വഴക്ക്. പിന്നെ അവനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി അവനെ കൊണ്ട് നടന്നു. അവൻ അച്ഛൻ്റെ കൂടെ അങ്ങനെ അധികം നേരം ഇരിക്കത്തില്ല, മാന്തവും പിച്ചുമൊക്കെ ചെയ്യും. അച്ഛൻ്റെ കൂടെ അച്ഛൻ എടുത്തു കഴിഞ്ഞാൽ അവന് വെളിയിലിറങ്ങണം, മുറ്റത്തിറങ്ങണം, പിന്നെ റോട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കിടന്നുറങ്ങുവാണ്.
ഒരുവിധം പിടിച്ച് കിടത്തി ഉറക്കി. ഇന്ന് നേരം വെളുത്തിട്ട് ഉറങ്ങിയിട്ടില്ല. രാവിലെ ഒരു 11 മണി 12 മണി ആ ഒരു സമയത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നതാണ്. പക്ഷേ ഇന്ന് ആൾ ഉറങ്ങിയില്ല. പിന്നെ ഈ ഒരു സമയത്താണ്, ഈ ഒരു 4 4:30 ആയ സമയത്താണ് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഷോർട്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് മേക്കപ്പൊക്കെയാണ്. പൃഥ്വിരാജിൻ്റെ ഇത് സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്സൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും ഉണ്ട് ഈ കൂടെ. അപ്പോൾ ചേട്ടൻ കുറച്ച് തീ കത്തിക്കാത്തിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ആ സമയത്ത് കുളിക്കാനായിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ സമയം ഇത്രയായിട്ടോ, 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ്, പിള്ളേർ ഉറങ്ങിയ സമയത്താണ് വീഡിയോ എടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ചേട്ടൻ അടുത്തുള്ള വീട്ടിൽ മടൽ മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ തെങ്ങും തോപ്പും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ മടൽ മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതേ പുറത്ത് കൂടെ നടന്ന ചെമ്പരത്തിയിലൊക്കെ ഇതെടുക്കുവാണ് കേട്ടോ. ഒരു ലോഡ് ചെമ്പരത്തി ഉണ്ട്, കുറച്ച് താളിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മടലൊക്കെ മേടിച്ചുകൊണ്ട് കൂട്ടി ഇടുന്നത്. അപ്പോൾ തീ കത്തിക്കുന്ന ഒരു സാധനം പോലും നമുക്ക് കിട്ടാനില്ല. നമ്മൾ മില്ലിൽ നിന്നാണ് വിറകൊക്കെ ഇറക്കുന്നത് കേട്ടോ. ഇപ്പോൾ മഴയും കാര്യങ്ങളും പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടും ഒക്കെ കാരണം കുറേ ആയി മില്ലിൽ നിന്ന് വിറക് ഇറക്കിയിട്ട്. ഒരു 2-3 മാസം മുമ്പ് ഇറക്കിയതാണ്. അതൊക്കെ തീർന്നു, കുറച്ച് ഇറക്കിയിരുന്നുള്ളൂ. അതിന് ശേഷം ചേട്ടൻ ഇങ്ങനെ കുറച്ച് മടലായിട്ടാട്ടോ കൊണ്ടുവന്നത്. 20 മടലാണ് മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് കൊണ്ടുവരുവാണ്. ഒരു 5 6 വീതമാണ് എടുത്തുകൊണ്ട് വരുന്നത്. റോഡിൻ്റെ അപ്പുറത്ത് പോകണം കേട്ടോ. ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ റോഡ് കടന്ന് അപ്പുറത്ത് പോകണം. അവിടെ നിന്നാണ് മടലെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതൊരു 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് കാണത്തുള്ളൂ. രാവിലെയും വൈകുന്നേരമൊക്കെ ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ തീ കത്തിക്കാൻ എടുക്കുന്നതുകൊണ്ട് കുറച്ച് മടലേ ഉള്ളൂ. ഇനി ഇതൊക്കെ വെട്ടിക്കൂട്ടി അമ്മ അപ്പുറത്ത് കൊണ്ട് വയ്ക്കും. അവിടെ നിന്ന് എടുത്ത് നേരെ വിറക് തട്ടേ കയറ്റും കേട്ടോ. അതിന് ശേഷം ഇനിയിപ്പോൾ ഇവർ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. കുറച്ച് ഷോർട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ രാത്രിക്ക് ഞാൻ നേരത്തെ ചോറ് കഴിച്ചിട്ട് കിടക്കും കേട്ടോ. ഒരു 7 മണി 7:30 ആകുമ്പോൾ ഞാൻ ചോറ് കഴിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് മുളക് ചാലിക്കുവാണ്. എനിക്കിങ്ങനെ സബോള പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് മുളക് ചാലിക്കണ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറുണ്ട് കേട്ടോ. എനിക്ക് സാമ്പാർ തീരെ താല്പര്യമില്ലാത്തതാണ്. സാമ്പാറുണ്ട് വലിയ താല്പര്യമില്ല. ഞാനിങ്ങനെ സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് മുളക് പൊടി ഇടും. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അങ്ങനെ ചാലിച്ച് കുറച്ച് നേരം വെച്ചേക്കും അതിന് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം വെച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ പിന്നെ ചോറൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വിനാഗിരി. അപ്പോൾ ഇത് ഞാനിങ്ങനെ എപ്പം മുളക് അയച്ചാലും ഞാനത് ഒഴിക്കും. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അച്ചാറുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുതിയത് മേടിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ വിനാഗിരിയൊക്കെ. അതിന് ശേഷം ഞാൻ എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കാനും ഇതേപോലെ മുളകൊക്കെ ചാലിച്ച് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ നേരത്തെ ചോറ് ഒഴിക്കും. എനിക്ക് സാമ്പാർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സാമ്പാർ റെഡിയാക്കാനൊന്നും നിൽക്കാനില്ല. അമ്മയുടെ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് അമ്പാടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുളകൊക്കെ ഇങ്ങനെ ചാലിക്കണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ അധികം കൊടുക്കാറില്ല. ഭയങ്കര വഴക്കാണ്. ഇതൊക്കെ അവൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ എങ്ങും നിർത്തത്തില്ല. പിന്നെ ഞാൻ പോയിട്ട് ചോറ് കഴിക്കാം കേട്ടോ രാത്രിക്ക്. അപ്പോൾ കുഞ്ഞുവാവ ആ സൈഡിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അവൻ എണീറ്റു. അതിന് ശേഷം ഞാൻ പിന്നെ മുളകൊക്കെ കൂട്ടി ചോറ് കഴിക്കുവാണ്. അമ്പാടി കണ്ടു കഴിഞ്ഞാൽ അമ്പാടി വിഷയമാവും. പിന്നെ അമ്പാടിക്ക് മുളക് കൂട്ടി ചോറ് മുളക് തന്നെ വാരി കൊടുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ പുറത്തോട്ട് കൊണ്ടുപോയ സമയത്ത് ഞാൻ കഴിക്കുവാണ്. പിന്നെ ഞാനാണെങ്കിൽ അനിയൻ ചോറ് ചോദിച്ചു. അപ്പോൾ അവന് വേണ്ടിയുള്ള ചോറ് അവിടെ കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ അവൻ വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പിന്നെ അമ്പാടിക്ക് വേണം. പിന്നെ അമ്പാടിക്ക് ആ മുളകും പാത്രത്തിലിട്ട് ഇളക്കണം. അങ്ങനത്തെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ അവനാണെങ്കിൽ കുറച്ച് ചോറ് മുളക് കൂട്ടി കൊടുത്തു. അത് കഴിച്ചു. പിന്നെ അവന് മുളക് തന്നെ വെച്ച് കൊടുത്തു. പിന്നെ അതെല്ലാം കിറിയിലും മേത്തുമൊക്കെ തൂത്ത് വെച്ചു. അപ്പം ഞാനത് പോയി തൂത്തൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ പറയുവാണ് ആ മുളകെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അവനെ എടുത്തുകൊണ്ട് പോകും, ഇതാകെ വിഷയമാകും, അവിടെയൊക്കെ തേച്ച് വെക്കും. ഭയങ്കര ഗുസ്തിയാണ്. അങ്ങനെ പിന്നെ അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതേ കുഞ്ഞുവാവ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതെൻ്റെ സീപ്പില്ലയാണ് കേട്ടോ. ഞാൻ അമ്പാടിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തി വാങ്ങിച്ച് തന്നെയാണ്. ഇത്രയും നാളത് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇന്നാണ് പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാനൊന്ന് പുറത്തോട്ട് പോയി. ഇതിനിടയ്ക്ക് വേറെ ഷോർട്സ് എടുക്കൽ, വേറെ വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മ എടുത്തോട്ട് വന്നു. അമ്മ ഇവിടെ മടലൊക്കെ അടുക്കി പെറുക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയുടെ ഞാൻ പറയുമായിരുന്നു വീഡിയോ എടുക്കുവാണ്. അപ്പോൾ വീഡിയോ എടുത്ത് തീർന്നു, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തീർന്നു. അപ്പം നമുക്കൊരു കുഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മേനെ വിളിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.